ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ അഡ്വാൻസ്ഡ് ഡേറ്റ സ്ട്രക്ചേഴ്സാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ. അപ്പോൾ കമ്മിങ് വീഡിയോസിൽ ഇതിൻ്റെ ബാലൻസും കൂടി അപ്ലോഡ് ചെയ്യാം. ആൻഡ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞേക്കാം, ഞാനും നിങ്ങളെപ്പോലെ ഒരു സ്റ്റുഡൻ്റ് ആണ്. എനിക്കും മേ ബി തെറ്റ് പറ്റാം. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി, ഐ വിൽ കറക്റ്റ് ഇറ്റ്. ആൻഡ് ഇതിൽ ഞാൻ എന്തെങ്കിലും പോയിൻറ്റ്സ് പറയാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ അത് എനിക്കും പഠിക്കാൻ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇത് കമൻസ് ഒക്കെ കാണുന്ന വേറെ സ്റ്റുഡൻസിനും യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് ഇത് ഞാൻ നോട്ട്സൊക്കെ ഒരു ലിങ്ക് ഉണ്ട്, MC നോട്ട്സൊക്കെ കിട്ടുന്ന ഒരു ലിങ്ക് ഉണ്ട്, അത് വെച്ചിട്ടാണ് ഡൗൺലോഡ് ചെയ്തെടുത്തത്. ആൻഡ് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ പഠിക്കുമ്പോൾ എഴുതിയ ലെക്ചർ നോട്ടാണ്. പിന്നെ ക്ലാസ് ടീച്ചേഴ്സ് തരുന്ന നോട്ട്സ് എല്ലാം വെച്ചിട്ടാണ് ഈ ഒരു ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ലിങ്ക്, നോട്ട്സിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ തരാം, ഡിസ്ക്രിപ്ഷൻ ആൻഡ് കമൻറ്റ് സെക്ഷനിൽ തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് പഠിക്കാം. ഈ ഒരു വീഡിയോയിൽ വാട്ട് ഈസ് ഡേറ്റ സ്ട്രക്ചർ, വാട്ട് ആർ ഇറ്റ്സ് ടൈപ്സ്, ആൻഡ് അതിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ്, ആൻഡ് ഇതിൽ അറേയിലുള്ള ഓപ്പറേഷൻസ്, അറേ വാട്ട് ഈസ് അറേ, ആൻഡ് അതിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് മാത്രം പറയാം. ആൻഡ് നെക്സ്റ്റ് കമ്മിങ് വീഡിയോസിൽ ഇതിൻ്റെ പ്രോഗ്രാംസ് ഒക്കെ റൺ ചെയ്ത് കാണിക്കാം. ആൻഡ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നെക്സ്റ്റ് കമ്മിങ് ഇതിൽ അപ്ലോഡ് ചെയ്യാം, അറേ ബേസ്ഡ് ഡീറ്റെയിൽഡ് വീഡിയോ. അപ്പോൾ ഫസ്റ്റ് ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ലോജിക്കൽ റിലേഷൻഷിപ്പ് എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ എലമെൻറ്റ് ഓഫ് ഡേറ്റ. അപ്പോൾ ഓരോ എലമെൻറ്റിനും ഉള്ള ലോജിക്കൽ റിലേഷൻഷിപ്പ് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഡേറ്റ സ്ട്രക്ചർ. ഓർ ഡേറ്റ സ്ട്രക്ചറിനെ നമ്മൾ ഇങ്ങനെയും പറയാം, ഇറ്റ് ഈസ് എ വേ ടു ഓർഗനൈസ്, സ്റ്റോർ ആൻഡ് മാനേജ് ഡേറ്റ so that it can be efficiently accessed, modified and manipulated. അപ്പോൾ ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ എലമെൻറ്റ് ഓഫ് ഡേറ്റ, അതിനുള്ള ലോജിക്കൽ റിലേഷൻഷിപ്പ് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഡേറ്റ സ്ട്രക്ചർ. ഓരോ ഇൻഡിവിജ്വൽ ഡേറ്റയും എങ്ങനെ ലോജിക്കലി കണക്റ്റ് ആയിട്ടുണ്ട്, അതിൻ്റെ റിലേഷൻഷിപ്പൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഡേറ്റ സ്ട്രക്ചർ. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എ വേ ടു ഓർഗനൈസ്, സ്റ്റോർ ആൻഡ് മാനേജ് ഡേറ്റ so that we can efficiently access, modify and manipulate it. ഇപ്പോൾ ഈ ഡേറ്റ സ്ട്രക്ചർ രണ്ട് ടൈപ്സ് ആണുള്ളത്, പ്രിമിറ്റീവ് ആൻഡ് നോൺ പ്രിമിറ്റീവ്. നമുക്കിതിൽ പഠിക്കാനുള്ളത് നോൺ പ്രിമിറ്റീവ് ആണ്. അപ്പോൾ ഈ ഡേറ്റ സ്ട്രക്ചർ രണ്ട് ടൈപ്സ് ഉണ്ട്, പ്രിമിറ്റീവ് ആൻഡ് നോൺ പ്രിമിറ്റീവ്. ഇതിൽ പ്രിമിറ്റീവിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഇൻറ്റ്, ഫ്ലോട്ട്, ക്യാർ, പോയിൻ്റർ. ഇതെല്ലാം ഫണ്ടമെൻ്റൽ ടൈപ്സ് ആണ്. ഇൻറ്റ്, ഫ്ലോട്ട്, ക്യാർ, പോയിൻ്റർ ഇതെല്ലാം ഫണ്ടമെൻ്റൽ ടൈപ്സ് ആണ്. ഇതാണ് പ്രിമിറ്റീവ് ഡേറ്റ സ്ട്രക്ചർ. ഇനി ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്തതാണ് നോൺ പ്രിമിറ്റീവ്. അതിനെ നമ്മൾ ഡിറൈവ്ഡ് എന്നും പറയും, അല്ലെങ്കിൽ നോൺ പ്രിമിറ്റീവ് ഡേറ്റ സ്ട്രക്ചേഴ്സ് എന്നും പറയും. ആൻഡ് ഇതിലുള്ളത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഇത് നമുക്ക് പിന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ലീനിയർ, നോൺ ലീനിയർ. ഇത് രണ്ട് ടൈപ്സ് നമുക്കിപ്പോൾ പഠിക്കാനുണ്ട്, ഈ സെമസ്റ്ററിലുണ്ട്. ഓരോ ടൈപ്പിൽ വരുന്ന ഓപ്പറേഷൻസ് എല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ലീനിയറിൽ 4 ടൈപ്സ് ഉണ്ട്, അറേ, ലിങ്ക്ഡ് ലിസ്റ്റ്, സ്റ്റാക്ക് ആൻഡ് ക്യൂ. ഇങ്ങനെ 4 ടൈപ്സ് ആണ് ലീനിയറിലുള്ളത്. ആൻഡ് നോൺ ലീനിയറിൽ 2 ടൈപ്പ് ഉണ്ട്, ഗ്രാഫ് ആൻഡ് ട്രീസ്. അപ്പോൾ ഇതാണ് വാട്ട് ഈസ് ഡേറ്റ സ്ട്രക്ചർ ആൻഡ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. നമുക്ക് ഈ സെമസ്റ്ററിൽ പഠിക്കാനുള്ളത് നോൺ പ്രിമിറ്റീവ് മാത്രമാണ്. ഇനി ഈ ഡേറ്റ സ്ട്രക്ചേഴ്സിൽ, നോൺ പ്രിമിറ്റീവ് ഡേറ്റ സ്ട്രക്ചേഴ്സിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. അത് നമുക്ക് എല്ലാ ഇതിലും നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് പഠിക്കാനുണ്ട്. ഫോർ എക്സാമ്പിൾ ക്രിയേഷൻ, ഇൻസേർഷൻ, ഡെലീഷൻ, അപ്ഡേഷൻ, സെർച്ചിങ്, ഇങ്ങനെ കുറേ ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ കമ്മിങ് വീഡിയോസിൽ ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഇതിൽ ഈ വീഡിയോയിൽ അറേയുടെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ മാത്രം തരാം. നെക്സ്റ്റ് വീഡിയോയിൽ അറേയിൽ ഉള്ള ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ അൽഗോരിതം, ഇതെല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് ഡേറ്റ ടൈപ്സ് ആണ് അറേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ഒരു അറേ ആണ്. ഇതിലിപ്പോൾ 1 2 3 4 5 എലമെൻറ്റ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സൈസ് 5 ആണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഡെക്സ് 0 to 4 വരെ വരും. 0 1 2 3 4. അറേയിൽ നമ്മൾ ഇൻഡെക്സിൻ്റെ കോൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഈ ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്തിട്ടാണ് അതിലുള്ള വാല്യൂസ് എല്ലാം നമ്മൾ റിട്രീവ് ചെയ്യുന്നത്, ആക്സസ് ചെയ്യുന്നത്, എഡിറ്റ് ചെയ്യുന്നത് എല്ലാം ഈ ഇൻഡെക്സ് വാല്യൂസ് വെച്ചിട്ടാണ്. അറേയിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന എല്ലാ എലമെൻറ്റ്സും സെയിം ഡേറ്റ ടൈപ്പ് ആയിരിക്കണം. ആൻഡ് ഇതിൽ നമ്മൾ ഇൻഡെക്സ് ആണ് യൂസ് ചെയ്യുന്നത്, ഡേറ്റാസ് എല്ലാം റിട്രീവ് ചെയ്യാൻ ഇൻഡെക്സ് വാല്യൂസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇൻഡെക്സ് വാല്യൂസ് 0 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0 1 2 3 4 ഇങ്ങനെ 0 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇപ്പോൾ നമുക്ക് അറേയുടെ സൈസ് 5 ആണെങ്കിൽ അതിലെ ഇൻഡെക്സ് നമ്പർ 0 to 4 വരെ ആയിരിക്കും.
മാക്സിമം സൈസ് -1 വരെ ആയിരിക്കും അതിൻ്റെ ഇൻഡെക്സ് നമ്പേഴ്സ്. പിന്നെ ഇത് ഹോമോജീനിയസ് ആണ്, മീനിങ് സെയിം ടൈപ്പ് ഓഫ് ഡേറ്റാസ് മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ ആണ്. ബിക്കോസ് നമ്മളിപ്പോൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ നേരത്തെ തന്നെ നമുക്ക് ഒരു മാക്സിമം സൈസുള്ള അറേ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്യും. CS സ്റ്റുഡൻസിന് ഡിഗ്രിയിൽ പഠിച്ചു കാണും, നോൺ CS ബ്രിഡ്ജ് കോഴ്സിൽ നിങ്ങൾ ചെയ്ത് കാണും ഈ അറേ ഓപ്പറേഷൻസൊക്കെ. അപ്പോൾ നമ്മൾ അറേ ബേസ് ചെയ്തിട്ട് ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ വോയിഡ് മെയിൻ അതിൻ്റെ താഴെ തന്നെ നമ്മൾ കൊടുക്കും. വോയിഡ് മെയിൻ ഈ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്തിട്ട് അതിൽ അറേ ഡിക്ലെയർ ചെയ്യത്തില്ലേ, ഇൻറ്റ് A(20). നമ്മളിങ്ങനെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ നമ്മളുടെ മെമ്മറിയിൽ ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കാണും, മെമ്മറിയിൽ സ്റ്റോറേജ് സ്പേസ് അലോക്കേറ്റ് ചെയ്ത് കാണും. അതിൽ നമുക്ക് ഒരു അറേയിൽ മാക്സിമം 20 എലമെൻറ്റ്സ് വരെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന മെമ്മറി ആയിരിക്കും അവിടെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിനാണ് നമ്മൾ ആദ്യമേ ഒരു മാക്സിമം സൈസ് വെച്ചിട്ട് ഇത് ഡിക്ലെയർ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഇവിടെ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി മെമ്മറിയിൽ ആ സ്പേസ് റിസർവ് ചെയ്ത് കാണും. അപ്പോൾ ഇതിനാണ് നമ്മൾ അറേയിനെ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇൻഡെക്സ് വാല്യൂസ് വെച്ചിട്ടാണ് ആക്സസ് ചെയ്യുന്നത്. ഇൻഡെക്സ് 0 തൊട്ട് സ്റ്റാർട്ടാവും. അതിനെല്ലാം കോൺസിക്യൂട്ടീവ് മെമ്മറി ലൊക്കേഷൻസിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ 5 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഈ 5 എലമെൻറ്റ്സും കോൺസിക്യൂട്ടീവ് അഡ്ജസൻറ്റ് ലൊക്കേഷൻസിലായിരിക്കും സ്റ്റോർ ആവുന്നത്. സോ സ്റ്റോർഡ് ഇൻ കോൺസിക്യൂട്ടീവ് മെമ്മറി ലൊക്കേഷൻസ്. ആൻഡ് ഇതിൽ നമുക്ക് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഇതിലുള്ള എലമെൻറ്റ്സ് എല്ലാം ഫ്രം യൂസർ റീഡ് ചെയ്യാനും പിന്നെ നമ്മൾ റൈറ്റ് ചെയ്യാനും ഫോർ ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. ഫോർ i = 0 തൊട്ടാണ് സ്റ്റാർട്ട് ആവുന്ന ഇൻഡെക്സ്. i <= നമുക്ക് സൈസ് എത്രയാണോ അതുവരെ പോകണം. പിന്നെ i++ ഇത് ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ട് പോകണം. ഇതിൻ്റെ അകത്താണ് നമ്മൾ റീഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ റൈറ്റ് ചെയ്യാനുള്ള ഫങ്ഷൻസിൽ എഴുതുന്നത്. അപ്പോൾ അറേയിൽ നമ്മൾ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഫോർ ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ 1D അറേ ആണെങ്കിൽ നമുക്ക് ഒരു ഫോർ ലൂപ്പ് മതി. 2D അറേ ആണെങ്കിൽ 2 ഫോർ ലൂപ്പ് വേണം. i വേണം, j വേണം, ഇങ്ങനെ 2 ഫോർ ലൂപ്പ് വേണം. ആൻഡ് ഇപ്പോൾ ഇത് n ഡൈമെൻഷണൽ അറേ ആണെങ്കിൽ n ലൂപ്സ് വരെ ഇതിൽ വേണം. അപ്പോൾ ഇതൊക്കെയാണ് അറേയുടെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. ഇനി അറേയിൽ നമുക്ക് ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. അതെന്തൊക്കെയാണ്, എങ്ങനെ ചെയ്യണം എന്ന് ഇപ്പോൾ പറയാം. അതിൻ്റെ അൽഗോറിതംസൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അറേയിൽ നമുക്ക് 6 ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. ക്രിയേഷൻ, ഡെലീഷൻ, ട്രാവേഴ്സിങ്, ഇൻസേർഷൻ, മോഡിഫിക്കേഷൻ ആൻഡ് മെർജിങ്. ഇങ്ങനെ 6 ഓപ്പറേഷൻസ് ആണ് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. അതിൽ കുറച്ച് പാടായിട്ടുള്ളത് ഇൻസേർഷൻ, ഡിലീഷൻ പിന്നെ മോഡിഫിക്കേഷൻ മാത്രമാണ്. മെർജിങ്, ട്രാവേഴ്സിങ്, സെർച്ചിങ്, സോർട്ടിങ് ഇതൊക്കെ ഈസിയാണ്. ഇപ്പോൾ ക്രിയേഷൻ മീൻസ് നമ്മൾ നോർമലി എല്ലാ പ്രോഗ്രാംസിലും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് അറേ ക്രിയേറ്റ് ചെയ്യാം. ഇൻസേർഷൻ ഇതിൽ മീൻ ചെയ്യുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു അറേ ഉണ്ട്, ഇതിലിപ്പോൾ 1 2 3 4 5 ഇങ്ങനെ എലമെൻറ്റ്സ് ഉണ്ട്. ഇതിൻ്റെ ഇൻഡെക്സ് 0 1 2 3 4 ആണ്. അപ്പോൾ യൂസേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഒരു എലമെൻറ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. അത് യൂസർ സ്പെസിഫൈ ചെയ്യുന്ന പൊസിഷനിലായിരിക്കണം നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യൂസറിന് സെക്കൻഡ് പൊസിഷനിൽ ഒരു ന്യൂ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഇതിൽ സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുന്നത് ഇൻഡെക്സ് നമ്പർ 1 ഉള്ളതാണ് ഇതിലുള്ള സെക്കൻഡ് പൊസിഷൻ. അപ്പോൾ യൂസർ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ പൊസിഷനിലോട്ടാണ് നമ്മളതിനെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെ ആഡ് ചെയ്യണം അതാണ് ഈ ഇൻസേർഷനിൽ നോക്കുന്നത്. പിന്നെ ഡിലീഷനിൽ യൂസർ പറയുന്ന സ്പെസിഫിക് ഇൻഡെക്സ് വാല്യൂള്ള ആ ഒരു എലമെൻറ്റ് നമ്മൾ ഡിലീറ്റ് ചെയ്യണം. പിന്നെ മോഡിഫിക്കേഷനിൽ ഇത് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള വാല്യൂ നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം, അങ്ങനെയായിരിക്കും. മെർജിങ്ങിൽ 2 അറേ കാണും, ആ 2 മെർജ് ചെയ്തിട്ട് ഒരു അറേ ആക്കണം. പിന്നെ ട്രാവേഴ്സിങ് മീൻസ് എല്ലാത്തിനെയും വിസിറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്യാം, അതാണ് ട്രാവേഴ്സിങ്ങിൽ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ അറേയിൽ ചെയ്യാനുള്ള ഇമ്പോർട്ടൻറ്റ് ഓപ്പറേഷൻസ്. പിന്നെ വേറെ 2 ഓപ്പറേഷൻസും കൂടി ഉണ്ട്, ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയതാണ്, സോർട്ടിങ് ആൻഡ് സെർച്ചിങ്. സോർട്ടിങ്ങിൽ നമ്മൾ ഇപ്പോൾ ഒരു അറേ ഉണ്ടെങ്കിൽ അതിനെ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യും. പിന്നെ ഉള്ളത് സെർച്ചിങ്ങിൽ യൂസർ ഒരു വേരിയബിൾ തരും, ഒരു എലമെൻറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കും. ആ എലമെൻറ്റ് ഈ അറേയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ട് കൊടുക്കണം, അതാണ് സെർച്ചിങ്ങിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അറേ ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഓപ്പറേഷൻസ്. ഇതിൻ്റെ അൽഗോറിതംസൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. ആൻഡ് എന്തെങ്കിലും പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. താങ്ക്